പ്രവാസ ലോകത്ത് ഓണത്തുടുപ്പുകൾക്ക് തുടക്കമിട്ട് കേരള പ്രസ് ക്ലബ് കുവൈത്ത് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഈ വർഷം കുവൈത്തിൽ അരങ്ങേറുന്ന ആദ്യത്തെ ഓണാഘോഷ പരിപാടി എന്ന പ്രത്യേകതയോടെയാണ് മാധ്യമപ്രവർത്തകരും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നത്. പ്രവാസി മലയാളി മനസ്സ് ഇനി ഓണനിലാവിലേക്ക്. കുവൈറ്റിലെ ഈ വർഷത്തെ ആദ്യ ഓണാഘോഷത്തിന് തിരിതെളിയിച്ച് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റ് ഫാഹിൽ കോഹിന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പ്രസ് ക്ലബ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒന്നടങ്കം പങ്കെടുത്തു. പ്രസിഡന്റ് ടി വി ഹിക്മത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാഹിൽ ഡൽഹി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ രവി അയ്യനോളി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തലമുറകൾ പാരമ്പര്യങ്ങൾ കൈമാറേണ്ടതിന്റെയും സംസ്കാരം മുറുകെ പിടിക്കേണ്ടതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജനറൽ സെക്രട്ടറി അനിൽ പി അലക്സ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജോൺ ലീ തുണ്ടിയിൽ ആശംസയും അർപ്പിച്ചു. തുടർന്ന് ഉദ്ഘാടകൻ രവി അയ്യനോളിക്ക് ജനറൽ സെക്രട്ടറി പ്രസ് ക്ലബിന്റെ ഉപഹാരം കൈമാറി. പ്രോഗ്രാം ജോയിന്റ് കൺവീനർമാരായ നിജാസ് കാസിം, ശ്രീജിത്ത് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. തുടർന്ന് വേദിയിൽ മലയാള തനിമ ചോരാത്ത കലാസന്ധ്യ അരങ്ങേറി. ബൃന്ദാകൃഷ്ണൻ അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തവും പ്രമുഖ ഗായകരായ റാഫിയും മെറിനും അണിനിരുന്ന ഗാനമേളയും കാണികൾക്കുണർവേകി. കുഞ്ചൻ നമ്പ്യാരുടെ നർമ്മത്തെ ആസ്പദമാക്കി കൃഷ്ണൻ കടലുണ്ടി നടത്തിയ തനത് പ്രഭാഷണം സദസ്സിന് വേറിട്ട അനുഭവമായി. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും വിഭവസമൃദ്ധമായ പരമ്പരാഗത ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ട്രഷറർ അബ്ദുൾ റസാഖ് കുമരനല്ലൂർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. പ്രവാസ ലോകത്തെ വരാനിരിക്കുന്ന നീണ്ട ഓണാഘോഷങ്ങൾക്ക് ആവേശകരമായ തുടക്കമിട്ടാണ് കേരള പ്രസ് ക്ലബിന്റെ ഓണാഘോഷം സമാപിച്ചത്. ജനം, കുവൈറ്റ്.